ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എൻ്റെ ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ സിംറ്റംസ്. ആദ്യം ചെറിയൊരു തടിപ്പ് വന്നു, പിന്നെ എനിക്ക് രാത്രി കാലങ്ങളിൽ പനിക്കാൻ തുടങ്ങി, പിന്നെ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു, രാത്രി ഷിവറിങ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ കിടക്കുന്നവർക്ക് പോലും എൻ്റെ കൂടെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും നനയുന്ന ഒരു തരത്തിലുള്ള വിയർപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വിയർത്തൊഴുകുമായിരുന്നു, നല്ല വിറവലുമായിരുന്നു, കട്ടിലുൾപ്പെടെ കിടന്ന് വിറയ്ക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അന്നേരം ഉണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണമില്ലാതെ എൻ്റെ വെയിറ്റ് ചുമ്മാ കുറഞ്ഞുകൊണ്ടിരിക്കും. ദിവസം ചെല്ലുന്നതോറും എൻ്റെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അസുഖത്തിൻ്റെ സിംറ്റംസ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു, അതെന്ന് വെച്ചാൽ 2024 സെപ്റ്റംബർ 17-ാം തീയതിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു PET-CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അതെന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അന്നേരം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, അന്നേരം എനിക്ക് നടക്കാനോ എണീക്കാനോ കിടന്ന് കട്ടിലേന്ന് എണീക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. രണ്ടുപേർ പിടിച്ചാൽ മാത്രമേ എനിക്ക് കട്ടിലേന്ന് ഒന്ന് നേരെ ഭക്ഷണം കഴിക്കാനിരിക്കാൻ പോലും പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തുള്ളൊരു സ്കാൻ ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. എന്നെ ആംബുലൻസിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. സ്ട്രെച്ചറിൽ കിടത്തി എന്നെ ആംബുലൻസിൽ കിടത്തിക്കൊണ്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് സ്കാൻ ചെയ്യാനും ഞാൻ എൻ്റെ അമ്മേനെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബോയ് ഫ്രണ്ടിനെയും ഞാൻ അവിടെ സ്കാനിങ്ങിൻ്റെ സ്ഥലത്ത് വരെ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നല്ല റേഡിയേഷൻ ആയതുകൊണ്ട് അമ്മയ്ക്ക് തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് തണുപ്പും കൂടെ ആയതുകൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മേനെ ഞാൻ കാണാതെ അവർ അതിൻ്റെ പുറത്തിറക്കി. അതിന് അവസാനം കുറച്ച് പകുതിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരായിരുന്നു പുറത്തിറക്കി. എന്നിട്ട് എനിക്ക് അതിനകത്ത് കിടക്കുമ്പോൾ ഭയങ്കര ചൂടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എൻ്റെ അസുഖം അത്രയും കൂടി. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മജ്ജയിൽ വരെ എൻ്റെ അസുഖമായ, ദേഹം ഫുള്ളും അസ്ഥിയിലും മജ്ജയിലും എല്ലായിടത്തും ആയായിരുന്നു. ആകെ എനിക്ക് ആകാനുള്ള തലയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എൻ്റെ കഴുത്തിന് താഴത്തോട്ട് ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് 4th സ്റ്റേജ് ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു ഞാൻ കുറച്ച് ദിവസം. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബോൺ മാരോ ബയോപ്സി എടുക്കണം, അതായത് മജ്ജ കുത്തി പരിശോധിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒട്ടും കോപ്പറേറ്റീവ് ആയിരുന്നില്ല. എല്ലാ കാര്യത്തിലും എനിക്ക് അന്നേരം ഞാൻ ഫിസിക്കലി മെൻ്റലി ഓക്കെ ആയിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ സമയത്ത്. അത് ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. അപ്പം എൻ്റെ കൂടെ അന്ന് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് എൻ്റെ മെഡിക്കൽ ട്രസ്റ്റിലെ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു ഡോക്ടറുണ്ട്. ഡോക്ടർ സൈക്കോളജിസ്റ്റാണ്, ഡോക്ടർ രാജാ വെങ്കടേശ്വരി എന്നാണ് മാമിൻ്റെ പേര്. എനിക്ക് എപ്പോഴും അന്നും ഇന്നും എപ്പോഴും എനിക്ക് ഡോക്ടറോട് ഭയങ്കര ഒരു ഇതുണ്ട്. അപ്പോൾ ഡോക്ടർ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു എൻ്റെ ബയോപ്സി എടുക്കുന്ന ഡേറ്റ്. അപ്പോൾ ഡോക്ടർ അന്ന് ലീവായിരുന്നു. എന്നിട്ട് ഡോക്ടറുടെ ലീവ് മാറ്റി വെച്ച് എൻ്റെ കൂടെ ബയോപ്സി എടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ബയോപ്സി എടുത്ത് ഞാൻ കുറച്ച് നേരം ICU കിടന്നു. അങ്ങനെ ബയോപ്സി എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ മരുന്ന് റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു. എൻ്റെ വയറെല്ലാം വീർത്ത് എനിക്ക് ശ്വാസം കിട്ടാതായി, BP എല്ലാം കൂടെ കുറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷുഗർ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് എൻ്റെ പേര് പോലും എൻ്റെ അമ്മയുടെ പേര് പോലും ഓർമ്മ ഉണ്ടാകാതിരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് സിസ്റ്റർമാരോട് ചോദിക്കുമ്പോഴും എനിക്ക് എൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, അമ്മയുടെ പേര് ചോദിക്കുമ്പോഴും എനിക്ക് അമ്മയുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല, അടുത്തുള്ള ആളെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പേര്. അങ്ങനെ പിന്നെ അവർ തന്നെ പെട്ടെന്ന് ഷുഗറിന് വേണ്ടിയിട്ട് പഞ്ചസാരയും മിഠായിയൊക്കെ തന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. അങ്ങനെ എനിക്ക് എപ്പോഴും BP കുറയുമായിരുന്നു. ഈ കീമോ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് പെട്ടെന്ന് വയറ് വീർത്ത് വന്നിട്ട് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു പോയി. പിന്നെ കുറച്ച് നേരം എന്നിട്ടൊന്നും റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ട്രയലിനാണ് ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡോസ് ആകാറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ എനിക്ക് രാത്രി പനിയായിട്ട് പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എന്നെ പെട്ടെന്നേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു. എൻ്റെ ശരീരത്ത് മരുന്നൊന്നും പിടിക്കുന്നില്ലായിരുന്നു. എത്ര മരുന്ന് ചെയ്തിട്ടും എൻ്റെ ശരീരത്തോട്ട് അത് കയറുന്നില്ല. രാത്രിയിലൊക്കെ എനിക്ക് ഭയങ്കര വെപ്രാളം പിടിച്ചൊരു സമയമായിരുന്നു അന്നേരമൊക്കെ. അങ്ങനെ
അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മരുന്നും കൂടെ അവർ ട്രയൽ ചെയ്തപ്പം അതെൻ്റെ ശരീരത്തിൽ പിടിക്കാൻ തുടങ്ങി. പിന്നെ കീമോ എനിക്ക് 21 ദിവസം കൂടുമ്പോഴായിരുന്നു എനിക്ക് ആദ്യം കീമോ. ആദ്യത്തെ കീമോയിൽ തന്നെ എൻ്റെ മുടി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും സങ്കടമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി പോയതാണ്. പിന്നെ അത് വരുമെന്ന് ഞാൻ സന്തോഷിക്കുന്നു. ഇപ്പോഴും മുടി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്തും എൻ്റെ മുടി പോകുമെന്നാണ് പറയുന്നത്, അറിയത്തില്ല. അപ്പം അങ്ങനെ മുടി പോയി. പിന്നെ 6 കീമോയായിരുന്നു. 21 ദിവസം കൂടുമ്പോഴുള്ള കീമോയായിരുന്നു എനിക്ക്. അങ്ങനെ 6 കീമോ ചെയ്തു. 6 കീമോ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് 3 കീമോ കൂടുമ്പോൾ ഒരു CT സ്കാൻ ഉണ്ടായിരുന്നു. ആ CT സ്കാൻ എൻ്റെ അസുഖം കുറഞ്ഞതായിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു 80% കുറഞ്ഞതായിട്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് 3 കീമോയും കൂടെ ചെയ്ത് ലാസ്റ്റ് പെറ്റ് CTയിൽ എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിയെന്ന് ഡോക്ടർ പറഞ്ഞു. അത് ഞങ്ങൾ അറിയുന്നത് 2025 ജനുവരിയിലാണ് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പഴയ പോലെ ഒരു മാസം കൂടെ വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് പഠിക്കാൻ പോകണമെങ്കിൽ പൊക്കോ എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം എനിക്ക് കുറച്ച് വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാൻ പോകണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്തായിരുന്നു അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് അവിടെ വരാമല്ലോ എന്ന് പറഞ്ഞു ഡോക്ടർ എടുത്ത് പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ ഞാൻ പഠിക്കാനും പോകുന്നുണ്ടായിരുന്നു, പാർട്ട് ടൈം ആയിട്ട് ഞാൻ വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് 2 മാസം, അത് എൻ്റെ ഒരു ചെക്കപ്പിനും കൂടെ ഞാൻ പോയി, അപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ചെക്കപ്പും കൂടെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ ആയിട്ടൊരു ചെറിയ ഇതേപോലെ തന്നെ ഒരു തടിപ്പ് വന്നു. അങ്ങനെ ആണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇതൊരിക്കലും രണ്ടാമത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എനിക്കറിയാം എൻ്റെ ആദ്യം വന്ന ഒരു ഇതെൻ്റെ മൈൻഡിലുണ്ട്, എന്തൊക്കെ ആയിരുന്നെന്നോ എങ്ങനെയൊക്കെ ആയിരുന്നെന്നൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മ എനിക്കിത് തന്നെയാണെന്നാണ് തോന്നിയെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ കൊണ്ട് കാണിച്ച് അപ്പം സാറ് പറഞ്ഞു ഇതൊരിക്കലും ആവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ബാക്കി വിശേഷമായ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.